ഒരു രക്ഷകന്റെയും വരവും കാത്തിരിക്കരുത്. നിങ്ങളല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല. കഷ്ടപ്പാടുകൾ ആവശ്യമാണ്, എങ്കിലേ നേട്ടങ്ങൾ ആസ്വദിക്കാനാകൂ. ദൈവം നിങ്ങളെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. നിന്റെ ദിവസം വരിക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ തെറ്റുകൾ നേരെയാക്കാൻ സഹായിക്കും. പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവൻ്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത്. അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, നിലവിളിക്കും. അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം. അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പകുതിയും അതോടെ അവസാനിക്കും. നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. നാളത്തെ ജീവിതം നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. അളന്നു തരുന്നിടത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് പേരുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികളുണ്ടാകില്ല. കൈപ്പറ്റാൻ ഒരുപാട് ആളുകളും കാണില്ല. തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ തെറ്റുകാരാകും. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലതയുണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് ഒന്നും നേടാനില്ല. കാലത്തിൻ്റെ പോക്കിൽ അതും മാഞ്ഞു പോകും എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്തവരോടൊപ്പം ജീവിക്കുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിച്ച് നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടെ നിൽക്കുന്നവരിൽ പലരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാകേണ്ടത് പലതും മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കും. അതാണ് ജീവിതം. അഹങ്കാരമെന്ന അഴുക്ക് കഴുകിക്കളയാതെ നന്മ ഒരിക്കലും മനസ്സിൽ കുടിയേറുകയില്ല. വിജയത്തേക്കാൾ സന്തോഷവും സന്തോഷത്തേക്കാൾ സമാധാനവുമാണ് പ്രധാനം. എന്തൊക്കെ വിശദീകരണങ്ങൾ നിങ്ങൾ നൽകിയാലും അവർക്ക് വേണ്ടിയവ മാത്രമേ ആളുകൾ സ്വീകരിക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉറ്റമിത്രമാകുക. വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. മറക്കുന്നതും മടുക്കുന്നതും മാറ്റി നിർത്തുന്നതും മാറ്റം വന്ന മനസ്സിൻ്റെ സൂചനകളാണ്. ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. മൗനമായി വിട പറയുക.